കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. അസോസിയേഷൻ ഓഫീസിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി രാകേഷിന്റെ നേതൃത്വത്തിലുള്ള പാനലും വിനയന്റെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും അരങ്ങേറുന്നത്. കിരൺ ഉണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. കിരൺ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം, സാന്ദ്ര തൊടുത്തുവിട്ട വിവാദമാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ദ്ര പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, വളരെ വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തേക്ക് നടക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയധികം ചർച്ചയാവുകയും വിവാദങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഏതായാലും ഇന്ന് ഭാരവാഹികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. 10 മണിയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും 2 പാനലുകളാണ് പ്രധാനമായിട്ടും അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഒന്ന് വിനയൻ്റെ നേതൃത്വത്തിലുള്ള പാനലും മറ്റേത് ബി രാകേഷിൻ്റെ നേതൃത്വത്തിലുള്ള പാനലുമാണ്. ബി രാകേഷ് നിലവിലിപ്പോൾ സംഘടനയുടെ സെക്രട്ടറിയാണ്. സജി നന്ദേട്ടടക്കമുള്ള ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് അത് തള്ളുകയും ചെയ്തതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാന്ദ്രയുടെ പത്രിക, ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കുമുള്ള പത്രിക തള്ളിക്കൊണ്ടുള്ള ഈ ഭരണാധികാരിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സാന്ദ്ര പിന്നീട് കോടതിയെ സമീപിക്കുകയും ഇന്നലെ കോടതിയിൽ നിന്ന് ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാന്ദ്രയുടെ പത്രിക തള്ളിയ നടപടിയെ കോടതി അംഗീകരിക്കുകയാണ്. കോടതി ഈ ഹർജിയും തള്ളുകയുണ്ടായിരുന്നു. ഏതായാലും സാന്ദ്ര തോമസ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. 26 അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. 14 അംഗങ്ങളുടെ സീറ്റാണ് ഒഴിവുള്ളത്. എങ്കിൽ പോലും 24 പേര് ഈ എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമാനമായ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ അടിക്കുകയും അഭ്യർത്ഥനകളുമായി സ്ഥാനാർത്ഥികൾ മറ്റ് അംഗങ്ങളെ കാണുകയും തുടങ്ങിയ വലിയൊരു പ്രചരണ പരിപാടികൾ ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതിയാണ് എന്നാണ് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത്.